എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ 4 ദിവസം ഇവിടെ പ്രത്യേകിച്ചും തുടങ്ങുന്നതിന് മുമ്പേ ഒരുപാട് കലാകാരന്മാരെ ആദരിച്ചു. എന്താണ് തിരനോട്ടം, എത്ര പ്രാവശ്യം നോക്കി എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉണ്ണിത്താൻ പറഞ്ഞു. അദ്ദേഹം ആദ്യമായിട്ട് വന്ന് 2 പ്രാവശ്യം നോക്കി, ഞാൻ 4 പ്രാവശ്യം. പക്ഷേ ആദ്യം തുടങ്ങിയത് ഞാനായതുകൊണ്ട് ആ പേരിൻ്റെ ഇടയിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടി തന്നെയാണ് ഞാൻ ഇപ്പോഴും. തിരനോട്ടം എന്താണെന്നും അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, തിരനോട്ടം കലാകാരന്മാർക്ക് പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. കേരളത്തിലെ ഞാനുൾപ്പെടെ ഉള്ള കലാകാരന്മാർ, സ്വതവേ കുറച്ചാൾക്കാർ ഇതിലൊന്നും പെടില്ല, ഞാനും അതിൽ പെടാറില്ല കേട്ടോ. എങ്കിലും ഒരാക്ഷേപം പറയുമ്പോൾ ഇല്ലെങ്കിൽ ഒരു സുഖം ഷെയർ ചെയ്യുമ്പോൾ അത് ഒരുമിച്ചാവാമല്ലോ. കേരളത്തിലെ കലാകാരന്മാർ, ഇപ്പം ഞാൻ തായമ്പ കൂട്ടുന്നൊരു കലാകാരനാണ്. മറ്റ് അതേ സ്ഥലത്ത് കൂടിയാട്ടമുണ്ടെങ്കിലോ കഥകളി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഒരു ചാക്യാർ കൂത്തുണ്ടെങ്കിലോ ഒരു കലാകാരന്മാരും പോവില്ല. ഞാൻ ചെയ്യുന്നത് മാത്രമാണ് കേമം. അതിന് ആ വിഷയം മാറ്റിക്കൊടുക്കാൻ ഇങ്ങനെയുള്ള അരങ്ങുകളാണ്. ഇവിടെ കൂടിയാട്ടമുണ്ട്, കഥകളിയുണ്ട്, തായമ്പയുണ്ട്. ഞങ്ങൾ കലാകാരന്മാർ എങ്ങനെ നടക്കണം? ഈ കൂട്ടായ്മ കേരളത്തിൽ ചെന്നാലും തിരനോട്ടം കൊണ്ടുവന്ന നമ്മളുടെ കലാകാരന്മാരുള്ളൊരു അപേക്ഷയാണ് എനിക്ക്. ഈ സന്തോഷം, ഈ ഒരു കൂട്ടായ്മ ഏത് വേദിയിലെ പോകാനും സാധ്യതപ്പെടുമെങ്കിൽ അവിടെ പോകണം, അത് കാണണം, കേൾക്കണം. അപ്പോഴാണ് എന്തിനാണ് തിരനോട്ടം 4 ദിവസം ഇവിടെ ഉത്സവം നടത്തിയത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ കാലത്തും തിരനോട്ടത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യം അതിന് യാതൊരു സംശയവും ഉണ്ടാവില്ല എന്നതിൻ്റെ ഉത്തമ തെളിവാണിത്, ഈ ലോകം മുഴുവൻ. അതുകൊണ്ട് അതിൻ്റെ കാരണമെല്ലാം നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞു. അത് തന്നെയാണ് കാരണം. കലാകാരന്മാരെ വളർത്തുക, വലിയ കലാകാരന്മാരെ ആദരിക്കുക, വളർന്നു വരുന്ന കലാകാരന്മാർക്ക് അതാത് രംഗങ്ങൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുക. ഈ 4 ദിവസം ഈ കൂട്ടായ ഉത്സവം, ഇത് കൊടിയേറിയ ഉത്സവമല്ലാത്തതുകൊണ്ട് അത് ഇറക്കാനില്ല, എപ്പോഴും അത് ഉയരത്തിൽ നിൽക്കും. പിന്നെ എല്ലാ വർഷങ്ങളിലും തിരനോട്ടം ഇത് നടത്തുമ്പോൾ എല്ലാ വർഷവും എന്നെ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞാൽ അതെൻ്റെ സ്വാർത്ഥമായിരിക്കും. എനിക്ക് പറയാനുള്ളത്, വരാത്ത കലാകാരന്മാർ, അന്യരാജ്യങ്ങളിൽ പോകാത്ത, ഇതുവരെ പോകാൻ തരപ്പെടാത്ത കലാകാരന്മാർ, നല്ല നല്ല ഒരുപാട് കലാകാരന്മാർ, അവർക്കെല്ലാം ഓരോ വർഷത്തിലും മാറി മാറി വേദി കൊടുക്കണം. അങ്ങനെ ഒരു 10 വർഷം കഴിയുമ്പോൾ, ഒരു 10 വർഷം കഴിഞ്ഞാൽ ഞാനും എൻ്റെ സുഹൃത്ത് ഉണ്ണിത്താനും ഒക്കെ ഞങ്ങളിത് കഴിഞ്ഞാൽ വരും. ബാക്കി എല്ലാവരെയും അയച്ചിട്ടാണ് ഇനി ഞങ്ങൾ വരിക. കാരണം കലാകാരന്മാരെ പറഞ്ഞേക്കൽ ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് പിന്നെ അതൊരു സമാധാനം എന്താ വെച്ചാൽ, കാര്യം ദുബായിൽ വന്നിട്ടില്ലെങ്കിലും അരങ്ങ് എന്ന പേരിൽ കേരളത്തിൽ ഇവർ തന്നെ അവസരം തരുന്നുണ്ട്. നമുക്കവിടെ പോയാൽ മതി. അപ്പോൾ തിരനോട്ടത്തിന് എൻ്റെ സ്വാർത്ഥം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വന്ന തായമ്പുക ടീം ഇനി വിടുന്ന വിഷയമില്ല, അത് അവർക്ക് ഉറപ്പിക്കാം. അതോടൊപ്പം ഇവിടെ കാര്യം ഞങ്ങൾ 5 പേര് മാത്രമാണ് വന്നത്. ഈ കൂട്ടായ്മ, ഇവിടെയുള്ള കലാകാരന്മാരുടെ ആത്മാർത്ഥമായ പങ്കെടുക്കൽ, മറ്റൊന്ന് ഇവിടെ
ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഥകളിക്ക് കൂട്ടിയ ഉണ്ണികൃഷ്ണനാണ് ഒരു ഭാഗത്ത് വട്ടം. കോട്ടക്കൽ രവി കഥകളി അരങ്ങത്ത് വന്നതിന് ശേഷം മദ്ദളം വെച്ച് പോകാത്ത ആളാണ്. അദ്ദേഹമാണ് പ്രമാണം വലന്തല. വലതും ഇടത്തും എൻ്റെ മക്കൾ. ഇടത് ഭാഗത്ത് നമ്മളെല്ലാം ആരാധിക്കുന്ന മിനിഞ്ഞാന്നത്തെ ദിവസം നടന്ന അച്ചുണ്ണിപ്പുതളാച്ചൻ്റെ മകൻ ആനന്ദ്. അങ്ങനെ എല്ലാവരും ചേർന്ന് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുട്ടിയാവുകയാണ്. ഇവരാണ് എന്നെ കുട്ടിയാക്കുന്നത്. ആ കുട്ടിത്വം എനിക്ക് എല്ലാ കാലത്തും ഉണ്ടാവാൻ ഇവർ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവട്ടെ. തിരനോട്ടത്തിന്, അതിൻ്റെ പ്രവർത്തകർക്ക്, അതോടൊപ്പം തന്നെ അത് കാണാൻ ഇവിടെ എത്തിയ, കേൾക്കാൻ ഇവിടെ എത്തിയ നമ്മുടെ നാട്ടുകാർക്ക്. നമ്മുടെ നാടെന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ ഭാരതം മുഴുവനാണ് പറയുന്നത്. ഇങ്ങനെ ഒരു അരങ്ങ് ഒരു വിദേശ വേദിയിൽ, പ്രത്യേകിച്ച് നമുക്ക് ഇവിടെയുള്ള ഇതിൻ്റെ സംഘാടകരെയും ഈ സ്കൂൾ പോലും അനുവദിച്ച ഈ രാജ്യത്തുള്ളവരെയും നമ്മൾ എത്ര ബഹുമാനിച്ചാലും അധികമാവില്ല. എല്ലാവരെയും നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴയ കഥയുണ്ട്, പാമ്പിൻ്റെ കഥ പറഞ്ഞാൽ കഴിയില്ല എന്നാണ്. അത് നിർത്തില്ലത്രേ. അതുമാതിരി ആ കഥ മാതിരി ആവണ്ട. തിരനോട്ടത്തിനും നമുക്കും നിങ്ങൾക്കും എല്ലാ സമയത്തും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി കൊണ്ടു നടക്കാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇരിക്കുന്ന മഹാജനങ്ങൾ തിരനോട്ടത്തിന് കൊടുക്കും. തിരനോട്ടത്തിനെ അവർ കാണും. ആ തിരനോക്ക് കാണാൻ എല്ലാവരും എന്നെന്നും ഉണ്ടായിരിക്കും. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ എല്ലാവർക്കും വേണ്ടി എത്ര പറഞ്ഞാലും അധികമാവാത്ത നന്ദി ഔപചാരികമായി ഒന്നുകൂടി പറയട്ടെ. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നന്ദി മട്ടാന്നൂരാശാൻ.